ഇന്ന് നമ്മളിവിടെ വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കട്ട് പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത്. എല്ലാം തന്നെ പ്ലെയിൻ കളർ തുണികളാണ് എടുത്തിട്ടുള്ളത്. ചെറുതും വലുതുമായിട്ടുള്ളതുണ്ട്. ഇത് വെച്ചിട്ട് നല്ലൊരു ഐഡിയ ആണ് കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളിതാ റൗണ്ടിൽ ഒരു പീസ് തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന്റെ അളവ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇനി നമുക്ക് ഈ തുണി നാലായിട്ടൊന്ന് മടക്കാം. നമ്മളിതാ ഈ ഒരു രീതിക്കാണ് മടക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിന്റെ ഉൾഭാഗത്തുള്ള സെന്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ തുണി നമുക്കൊന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ സ്ക്രീനിൽ ഒരു പാറ്റേൺ കാണിക്കുന്നുണ്ട്. പാറ്റേണിന്റെ ഉള്ളിലായിട്ട് ഓരോ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്പർ അത് നമ്മളിതാ നല്ല വശം ബാക്കിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ഒരു അരികിലൂടെ നമ്മളൊരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ലൈൻ മാർക്ക് ചെയ്തതിന്റെ മുകളിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിത് ആ ഒരു പീസ് തുണി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു തുണി ഇതുപോലെ ഫ്രണ്ടിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിതാ ഇതുപോലുള്ള പിന്നുകൾ എടുത്തിട്ട് മോൾ ഭാഗത്തൂടെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം. ഇനി നമ്മളിവിടെ അടുത്തൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ നമ്പർ തുണിയാണ്. ഇതിൽ നമ്മൾ മാർക്കിംഗ് ഒന്നും കൊടുക്കുന്നില്ല. അത് കറക്റ്റായിട്ട് തന്നെ ഒരു ലൈൻ പോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. മാർക്ക് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ഫ്രണ്ടിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തൊരു സൈഡിലേക്കായിട്ട് അടുത്തൊരു പീസ് തുണി എടുക്കുക. നമ്മളിതാ മൂന്നാമത്തെ നമ്പറാണ് എടുത്തിട്ടുള്ളത്. അതിതാ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ അരികു ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നമ്മളിതാ മൂന്നാമത്തെ നമ്പർ തുണിയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കായിട്ട് വെച്ചിട്ട് മോൾ ഭാഗത്തൂടെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തുണിയുടെ സൈഡിലായിട്ട് കൂടുതലായിട്ട് നിൽക്കുന്ന തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മളിതാ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു അരികു ഭാഗത്തേക്കായിട്ട് അടുത്തൊരു പീസ് തുണി നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് നാലാമത്തെ നമ്പറാണ്. അത് നമ്മൾ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അരികു ഭാഗത്തൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതേ രീതിക്ക് തന്നെ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത തുണിയുടെ ഉൾഭാഗം ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് വരുന്ന രീതിക്ക് ഓരോ പീസ് തുണികൾ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മളിതാ ഉൾഭാഗം ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണിയുടെ അരികു ഭാഗങ്ങളാണ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതലായിട്ടുള്ള തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ആ ഒരു തുണി ഇതുപോലെ ഫ്രണ്ടിലേക്കായിട്ട് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ ആ ഒരു തുണി ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത തുണിയുടെ അരികിലൂടെ ഫുള്ളായിട്ട് നമ്മൾ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടെ ദാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് പീസിനേക്കാളും കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഒരു തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മളിതാ ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത്. നല്ല കളർഫുള്ളായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് അടുത്തതായിട്ട് റൗണ്ടിൽ വേറൊരു പീസ് തുണി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. തുണി നമ്മളിതാ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സെൻറ്റർ ഭാഗത്തായിട്ട് ലൈൻ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. നമ്മളിതാ 2 പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സിബ്ബാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സിബ്ബ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മളിവിടെ കട്ട് ചെയ്തിരുന്ന ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നല്ല വശത്തേക്കായിട്ട് സിബിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിക്ക് അരികിലൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിൻ്റെ അരികു ഭാഗം ബാക്കിലേക്ക് മടക്കിയിട്ട് മുകളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സിബിൻ്റെ അരികു ഭാഗത്തേക്കായിട്ട് അടുത്തൊരു പീസ് തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക. നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക്. ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് അതിൻ്റെ അരികു ഭാഗം സ്റ്റിച്ച് ചെയ്യാം. നമ്മളിവിടെ സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് റണ്ണർ ഇട്ട് കൊടുക്കണം.
നമ്മളിതാ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളിതാ 2 തുണിയുടെ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 തുണിയുടെ അരികു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തുണി നമുക്കൊന്ന് തിരിച്ച് വെച്ചിട്ട് സിബ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമുക്ക് ഈ കവറ് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളിതാ റൗണ്ട് ഷേപ്പിലുള്ള നല്ലൊരു കുഷ്യൻ കവറാണ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. അത് സിബൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് കുഷ്യൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ബാക്ക് സൈഡിലൂടെ നമുക്ക് സിബ് ഇട്ട് കൊടുക്കാം. ഇന്ന് നമ്മൾ ഒരു ചിലവും ഇല്ലാണ്ട് റൗണ്ട് ഷേപ്പിലുള്ള നല്ലൊരു കുഷ്യൻ കവറാണ് ഉണ്ടാക്കി കാണിച്ചത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.